ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇപ്പൊ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നാണെന്നറിയാവോ? നമ്മുടെ സീരിയൽ നടിമാരിൽ 2 പേർക്കെതിരെ ലൈംഗിക അതിക്രമത്തിനുള്ള കേസ് വന്നിരിക്കുകയാണ് ഗൈസ്. ഒന്നാമത്തെ ആളുടെ പേര് നമുക്ക് ആദ്യമേ വാർത്തയൊന്ന് കേൾക്കാം ഗൈസ്. ഓക്കെ. ലൈംഗിക അതിക്രമമെന്ന് പരാതി. നടന്മാരായ ബിജു സോപാനം, SP ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ്. ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത്. എസ് രാഗിൻ വിവരങ്ങൾ നൽകും. രാഗിൻ, ഉയർന്ന പരാതി എന്താണ്? നടപടി എന്താണ്? നടിയുടെ പരാതിയിലാണ് ഈ നടന്മാർക്കെതിരെ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. ഇൻഫോ പാർക്ക് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സോ ഗൈസ്, ഇതാണ് റിപ്പോർട്ട്. ഇനിയിപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അലയൊലികൾ നമ്മൾ മറന്നിരിക്കുകയാണ് ഗൈസ്. അതിനുശേഷം പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് നേതൃത്വം നൽകി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടക്കാണ് ഇപ്പോൾ പുതിയൊരു വാർത്ത ഇങ്ങോട്ട് സ്പ്രെഡ് ആയിരിക്കുന്ന കേസ്. എന്താകും ഇതിന്റെ അലയൊലികൾ? ഇനിയും തുടർന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ പുതിയ വെളിപ്പെടുത്തലൊക്കെ വരുമോ എന്നൊന്നും അറിയത്തില്ല ഗൈസ്. എന്തായാലും തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളൊന്നും നമുക്ക് വെച്ചു പൊറപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പൊതുവായ നിലപാട്. പക്ഷേ അതെന്തായി തീരുമെന്നൊന്നും അറിയത്തില്ല. കറക്റ്റ് ആയിട്ടൊരു അന്വേഷണം നടന്നാൽ മാത്രമേ ഇതിന്റെ എന്താണ് സത്യാവസ്ഥ എന്ന് പുറത്തു വരത്തുള്ളൂ. ഇനി മറ്റേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന പോലെ തന്നെ കുറെ അധികം ആൾക്കാരെ പ്രഖ്യാപിക്കുകയും ഇതുപോലൊക്കെ റെഡിയാക്കി ആരോപണം ഉന്നയിക്കുകയും അതിനുശേഷം അത് പിൻവലിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വളരെ വളരെ വേദനാജനകമാണ്. കാര്യം അത് നിരപരാധികളെ ഒരു കാരണവശാലും ശിക്ഷിക്കാൻ പാടില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം എന്നുള്ള നമ്മുടെ പൊതുവായ നിലപാടാണ് ഗൈസ് ഞാൻ ഇതിനകത്ത് വെക്കുന്നത്. ഇതുപോലെ തന്നെ ഈ സീരിയൽ നടിമാർക്കും എതിരെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് തന്നെ അത്യന്തം വേദനാജനകമായ ഒരു കാര്യമാണ് ഗൈസ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇതിനോട് തുറന്ന് എഴുതുകണമേ എന്ന് ആവശ്യപ്പെടുകയാണ് ഗൈസ്. കമന്റ് ബോക്സ് ഉണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് എഴുതാമെന്ന് ആവശ്യപ്പെടുകയാണ് ഗൈസ്. വേറൊരു കാര്യമുണ്ട്, ഇത് ആരെങ്കിലും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. കൂടാതെ ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യണം, ഷെയർ ചെയ്യുകയും ചെയ്യണം. എങ്കിലും ഞാനിടുന്ന കണ്ടന്റ്സുകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ എത്തുകയും നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. സോ അതൊക്കെ കറക്റ്റ് ചെയ്യണം ഗേസ്. കൂടാതെ നമുക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണം ഗേസ്. കൂടാണ്ട് വേറൊരു കാര്യം ഉണ്ടെന്നറിയാമോ? ഇതുപോലുള്ള കണ്ടന്റുകൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ചാനലിലൂടെ വിശദീകരണങ്ങളും നമ്മുടേതായ അഭിപ്രായങ്ങളും നമ്മൾ പറയുന്നതാണ് ഗേസ്. സോ വി ഹാവ് ടു സബ്സ്ക്രൈബ് പ്ലീസ്. സബ്സ്ക്രൈബ് ചെയ്തേ പറ്റൂ ഗേസ്. പിന്നെ ഗേസ് വേറൊരു കാര്യം ഉണ്ടെന്നറിയോ? ഇപ്പൊ ഇവർ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന ചില ഇതിനകത്തൊന്നും പിടിച്ചു നിൽക്കത്തില്ല. അവർ കുറച്ച് നാൾ കഴിയുമ്പോ ഇതിന്റെയൊക്കെ ആരോപണത്തിനൊക്കെ കേസൊക്കെ പിൻവലിക്കുന്ന ഒരു അപ്പം പൊതുവായി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ കരിവാരത്തേക്ക് ഇപ്പൊ ഒരാള് റെപ്യൂട്ടഡ് ആയ ഒരു മനുഷ്യന്റെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള ചില വെളിപ്പെടുത്തലുണ്ട്. പൊതുവെ കരിവാരത്തേക്കാനൊക്കെ ഉണ്ട്. ചില ആൾ കഴിയുമ്പോൾ അത് കേസ് പിൻവലിച്ചെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഉണ്ടാകുന്ന നഷ്ടങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാകുന്ന മാനനഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. സോ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള വെളിപ്പെടുത്തൽ കൊണ്ട് അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. കറക്റ്റായിട്ട് അന്വേഷണം നടന്നെങ്കിൽ മാത്രമേ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്, തെറ്റ് ചെയ്യാതെ ഒരാളെ നമ്മൾ ഘോഷിക്കാൻ പാടില്ല കേസ്. അതാണ് എന്റെ നിലപാട്. ഓക്കെ, നോക്കൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോർന്ന് എഴുതണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു വൻ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച ഒരു സാഹചര്യത്തിൽ ഇനിയും കൊടുങ്കാറ്റുകൾ ആവർത്തിക്കുമോ കേസ്? എനിക്കറിയത്തില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താ? ആവർത്തിക്കുമെങ്കിൽ ആവർത്തിക്കൂ. നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും കേസ്. കാരണം നീതിയുടെ നിഷേധം ഇവിടെ ഉണ്ടായാലും നമ്മളൊന്നും സഹിക്കത്തില്ല. കാരണം വി വിൽ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്ന നമ്മുടെ ആ പ്രഖ്യാപിത നയങ്ങൾക്കെതിരെ വേണം നമ്മൾ പെരുമാറാൻ. സംടൈംസ് ട്രൂത്ത് ഈസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ എന്ന് പറയുന്ന പോലെ ചില സമയത്തിൽ കെട്ടുകഥകൾ എത്ര നാള് സത്യത്തെ വളച്ചൊടിച്ചു വെച്ചാലും ഗൈസ് അത് ഒരു നാൾ പുറത്തു വരും. അതാണ് നമ്മൾ പറയുന്നത്. എത്രയെല്ലാം അതിക്രമങ്ങൾ നടന്നാലും ഒരു നാൾ അത് പുറത്തു വരും ഗൈസ്. അപ്പം നമ്മൾ പറഞ്ഞ രീതിയിൽ നമ്മുടെ കണ്ടന്റിൽ നിന്ന് നമ്മൾ മാറിപ്പോയി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാനം സീരിയൽ നടികൾക്കെതിരെയുള്ള ഒരു ലൈംഗിക മേസ് പുതിയതായിട്ട് ഓടിക്കൊണ്ടു. അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തത്. സോ വി ഹാവ് സൈനിങ് ഓഫ് നൗ. ഹാവ് എ നൈസ് ഡേ.